ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വീഡനിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചു. കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ആൻസർ ചെയ്യുന്നതിനേക്കാളും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ്റെ കാര്യമാണ്. യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ എല്ലാ യൂണിവേഴ്സിറ്റീസിലും പ്രൊവൈഡ് ചെയ്യും. പക്ഷേ അത് നിങ്ങൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യണം. നിങ്ങൾ ഫീസ് അടച്ചതിൻ്റെ അക്നോളജ്മെൻറ്റ് വന്നതിന് അപ്പം തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ബുക്ക് ചെയ്യണം. പിന്നെ അത് കൂടുതലും ഈ സിംഗിൾസായിട്ട് വരുന്ന സ്റ്റുഡൻസിനാണ് കേട്ടോ പറ്റുക. ഡിപ്പെൻഡൻസുമായിട്ട് വരുന്നവർക്ക് അത്ര പ്രിഫറബിൾ അല്ല. ബിക്കോസ് അവർ ചിലപ്പം അവർ എന്തെങ്കിലും ഇൻക്വയറി ഒക്കെ വന്നാൽ ഡിപ്പെൻഡൻറ്റിന് അവിടെ താമസിക്കാനായിട്ട് അലൗഡ് ആയിരിക്കില്ല. അപ്പം യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ നോക്കുന്ന സിംഗിൾ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർ നേരത്തെ തന്നെ അത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി വെസ്റ്റിൽ AI ആൻഡ് ഓട്ടോമേഷൻ കോഴ്സ് നല്ലതാണോ എന്നുള്ളതാണ്. ഞാൻ ആക്ച്വലി ചെയ്യുന്ന കോഴ്സ് മാസ്റ്റേഴ്സ് ഇൻ ഓപ്പറേഷൻസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ്. അപ്പം എനിക്ക് പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ ഇവിടെ IT-കാർക്ക് നല്ല സ്കോപ്പാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ആ പ്രോഗ്രാം എനിക്കറിയില്ല, എനിക്ക് പരിചയമുള്ള ഒരാൾ പറഞ്ഞ് ഇത്തിരി പഠിക്കാൻ ടഫ് ഉണ്ടെന്നാണ്. എന്നാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം എനിക്കതിനെ പ്രോഗ്രാം വൈസ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ലിറ്റിൽ ബിറ്റ് ക്ലംസി, എനിക്കത് ആൻസർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റിന് ഇൻഷുറൻസ് എടുക്കണമെന്നുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റുഡൻസിൻ്റെ ഇൻഷുറൻസ് നമ്മുടെ ട്യൂഷൻ ഫീസിൽ കവേർഡാണ്. വേറെ ഡിപ്പെൻഡൻ്റ് ഇൻഷുറൻസ് കവേർഡ് ആവുമെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ 1 ഇയർ കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷൻ വരിക, വിച്ച് മീൻസ് 10 months ആണ്. 10 months വരുമ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കിട്ടുന്നത് പേഴ്സണൽ നമ്പർ ആയിരിക്കില്ല, കോർഡിനേഷൻ നമ്പർ ആയിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോർഡിനേഷൻ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ബാങ്ക് ID-യോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറോ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ ഹെൽത്ത് കെയർ ഫെസിലിറ്റി കിട്ടുള്ളൂ. ഡിപ്പെൻഡൻസിന് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അപ്പം സ്റ്റുഡൻസിന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫീസിൽ ഓൾറെഡി കവേർഡ് ആയതുകൊണ്ട് അത് കോർഡിനേഷൻ നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പം റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് ആണ് 1 ഇയർ കോഴ്സിന് വരുന്ന സ്റ്റുഡൻസിന് നേരത്തെ എത്തുന്നവർക്കൊക്കെ പിൻ നമ്പർ കിട്ടുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് കോർഡിനേഷൻ നമ്പർ ഫോർ 1 ഇയർ കോഴ്സ്. ഇനി 2 ഇയർ കോഴ്സ് എടുത്ത് വരുന്ന ആൾക്കാർക്ക് പേഴ്സൺ നമ്പറാണ് കിട്ടുന്നത്. അത് നമ്മുടെ പോപ്പുലേഷൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്പർ ആയതുകൊണ്ട് നമുക്കും അതുപോലെ ഡിപ്പെൻഡൻസിനും ബോത്ത് ഓഫ് us ആർ ഗെറ്റിംഗ് പേഴ്സണൽ നമ്പർ. അപ്പോൾ നമുക്ക് ബാങ്ക് ID-യും അതുപോലെ തന്നെ ഹെൽത്തും ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ്. പക്ഷേ ഇവിടെയും നമ്മൾ ഹെൽത്ത് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലും വൺസ് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോവുകയാണെങ്കിൽ നമ്മളുടെ കൺസൾട്ടേഷൻ ഫീസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളത് ഇമ്മീഡിയറ്റ് ആയിട്ട് പേ ചെയ്യേണ്ട. നമുക്കതൊരു 1 വീക്ക് കഴിയുമ്പോൾ നമ്മുടെ മെയിൽ ബോക്സിക്ക് അഥവാ ലെറ്റർ ബോക്സിക്ക് ഇൻവോയ്സ് ആയിട്ട് വരികയാണ് ചെയ്യുക. അത് നമുക്കൊരു സ്റ്റിപ്പുലേറ്റഡ് ടൈം തന്നിട്ടുണ്ടാവും, ഡ്യൂ ഡേറ്റിനുള്ളിൽ നമ്മൾ പേ ചെയ്താൽ മതി. നമ്മളത് മിസ്സായി കഴിഞ്ഞാൽ ഇവർ റിമൈൻഡർ ലെറ്റർ അയക്കും, അത് വിത്ത് ഫൈനോട് കൂടിയിട്ടായിരിക്കും, അത് അടച്ചാൽ മതി. ഇതിൽ സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്കത് നമ്മളുടെ നമ്മളുടെ ഈ NSR-ഉം അതുപോലെ തന്നെ നമ്മളുടെ യൂണിവേഴ്സിറ്റിന് ഒരു പേപ്പർ കിട്ടും ഇൻഷുറൻസിന്. അതും കൂടെ വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മെയിൽ അയക്കുകയാണെങ്കിൽ നമുക്ക് ആ പൈസ നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ അടച്ചിരിക്കുന്നത് അവിടേക്ക് റീഫണ്ട് കിട്ടും. ഡിപ്പെൻഡിൻ്റെ കേസിൽ ആ കൺസൾട്ടേഷൻ ഫീസ് നമുക്ക് തിരിച്ച് കിട്ടില്ല. പക്ഷേ നമുക്ക് കൺസൾട്ടേഷൻ ഫീസ് മാത്രമാണ്, അത് ഇവിടെ സംബന്ധിച്ച് വളരെ കുറഞ്ഞൊരു പൈസയാണ്. ബാക്കി വരുന്ന ഇൻവെസ്റ്റിഗേഷൻസോ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് വലിയ ഹോസ്പിറ്റൽ എമർജൻസി ആണെങ്കിലും പേഴ്സണൽ നമ്പർ ഉള്ള ഒരാൾക്ക് അത് കവേർഡ് ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടച്ചിട്ട് ബാങ്കിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റ് വെച്ചിട്ട് നമുക്ക് RP കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ ഒരു അറിവിൽ പറ്റില്ല. നമുക്ക് യൂണിവേഴ്സിറ്റി നമ്മൾ കൺഫേം ചെയ്യണമല്ലോ വെദർ അവർക്ക് ഫീസ് റിസീവ് ആയോ ഇല്ലയോ എന്നുള്ളത്. അപ്പം യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് നിങ്ങൾ വരും. അതും കൂടെ വെച്ചിട്ട് വേണം നിങ്ങൾ RP കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ചില കേസിൽ, ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ഫീസ് അടച്ചിട്ടും ഒരു 4 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടും എനിക്ക് അക്നോളജ്മെൻറ്റ് വന്നില്ലായിരുന്നു. സോ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് ഇമെയിൽ ചെയ്തു. ഇപ്പോഴാണ് അവരൊന്ന് കൺഫേം ചെയ്ത് തന്നത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റും ഫീസ് അടച്ച റെസിപ്റ്റും ഉണ്ടെങ്കിലാണ് നമുക്ക് RP കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് മാത്രം പോരാ, വേറെയും കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് വേറൊരു വീഡിയോ ചെയ്യാം, ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഫോർ വിസ ആപ്ലിക്കേഷൻസ് ആൻഡ് RP കാർഡ് ആപ്ലിക്കേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടാവും. നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ, ഒരു 4 or 5 days, ഒരു 1 week കൂടെ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ അക്നോളജ്മെൻറ്റ് കിട്ടിയിട്ട് അതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റും. പക്ഷേ
ഞാൻ പറയുന്നു ദ സൂണർ ദ ബെറ്റർ. നിങ്ങൾ വൺസ് നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വിസ സബ്മിഷൻ ഒരിക്കലും ലേറ്റ് ആക്കരുത്. ഇവിടെ ക്യൂ സിസ്റ്റമാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വിസയ്ക്ക് വരാൻ നോക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെക്കാനായിട്ട് നോക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.